ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെയും ആത്മ ആഗ്രോ സർവീസ് സെന്ററിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേളയ്ക്ക് തുടക്കമായി. ഓർമ്മിക്കാൻ ഒരു ഓണം എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിജ്ഞാന വിപണന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആത്മ ആഗ്രോ സർവീസ് സെന്റർ, അങ്ങാടിപ്പുറം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ കാർഷിക പ്രദർശന വിജ്ഞാന വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി ഓർമ്മിക്കാൻ ഒരു ഓണം എന്ന പേരിൽ നടക്കുന്ന വിപണനമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഓണാഘോഷം എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഉതകുന്നതാവണമെന്ന ആഗ്രഹമാണ് ഓർമ്മിക്കാൻ ഒരു ഓണം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും കർഷകരുടെ പങ്കാളിത്തം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻ്ററിൻ്റെയും കാർഷിക ക്ഷേമ വകുപ്പിൻ്റെയും ഓണാശംസകൾ നേരുകയാണ്. അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻ്ററും കാർഷിക ക്ഷേമ വകുപ്പും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 3 ദിവസമായി ഇവിടെ നടക്കുന്ന കാർഷിക വിപണന മേളയിൽ ജൈവ പച്ചക്കറികളും അതുപോലെ തന്നെ കർഷകരുടെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ചെയ്തു വച്ചിട്ടുള്ളത്. ആത്മയും അതുപോലെ തന്നെ കാർഷിക വകുപ്പിൻ്റെ അനുബന്ധ മേഖലയിലുള്ള ഏജൻസികളുമൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പ്രതിജ്ഞയോടുകൂടെ ഓർക്കുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തെ ഓണം എന്നുള്ള നിലക്ക് ഓർമ്മയ്ക്ക് ഒരു ഓണാഘോഷം എന്നുള്ള രൂപത്തിലാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ആത്മയുടെയും അതുപോലെ തന്നെ കാർഷിക ക്ഷേമ വകുപ്പിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാനും ഒരു കൃഷി സംബന്ധമായിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞതിലുള്ള അഭിമാനം, സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്ന് ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം കർഷകരെയും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓണസദ്യയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സെമിനാറുണ്ട്. നാളെ അതുപോലെ തന്നെ നമ്മുടെ കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ SC വിഭാഗത്തിലെ കർഷകർക്കും വേണ്ടിയുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള ഒരു ക്ലാസും നടത്തുന്നുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിപണന മേളയിലും അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള മറ്റു പരിപാടികളിലുമൊക്കെ സാംസ്കാരിക പരിപാടികളിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബീനായസ്, പ്രൊജക്ട് ആത്മ പ്രൊജക്ട് ഡയറക്ടർ രശ്മി CR, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുസ്തഫ CM, സയ്യിദ കോഴിപ്പാട്ടിൽ, ജമീല ചാലിയത്ത്, KT മുഹമ്മദ് ഇക്ബാൽ, സൗമ്യ P, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അസീസ് പട്ടിക്കാട്, PK അയമു, ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ലത EV, കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് KP, ആലിപ്പറമ്പ് കൃഷി ഓഫീസർ റജീന K തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജൈവ പച്ചക്കറികൾ, വിവിധ ഉൽപ്പന്നങ്ങൾ, ഫുഡ് കോർട്ട്, യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം എന്നിവ 3 ദിവസങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ബ്ലോക്ക് തലത്തിൽ നിന്നും ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും 12ാം വാർഷികം ആഘോഷിക്കുന്ന അഗ്രോ സർവീസ് സെന്റർ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. 3 ദിവസങ്ങളിലും കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രഗത്ഭർ പങ്കെടുക്കുന്ന സെമിനാറുകളും കൃഷി വിജ്ഞാന സദസ്സുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.